ഇന്നത്തെ വീഡിയോ രാവിലെ ചായക്കും അതുപോലെ തന്നെ വൈകുന്നേരം സ്നാക്സ് ആയിട്ടും കഴിക്കാൻ പറ്റിയിട്ടില്ല. അടിപൊളി ഒരു അപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ട് തലേ ദിവസം രാത്രി നമ്മൾ അരി അരച്ച് വെക്കണം. ഒരു 3 മണിക്കൂർ ഒരു 1.5 നാഴി അരിയും 1/4 നാഴി ഉഴുന്നും കൂടി കഴുകി വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം നമ്മൾ രാത്രിയിൽ ഇത് അരച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. അരച്ചെടുക്കുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 1/4 കപ്പ് ചോറും കൂടി അരച്ചെടുക്കുക. ഞാനൊരു 2 ദിവസത്തിനുള്ള മാവ് ഇതുപോലെ അരി അരച്ച് വെക്കുകയാണ് ചെയ്യാറുള്ളത് കേട്ടോ. ബാക്കി മാവ് ഞാൻ ബോട്ടിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണ് ചെയ്യാറുള്ളത്. ആവശ്യത്തിനനുസരിച്ച് എടുത്തിട്ട് ദോശയ്ക്ക് ഉണ്ടാക്കുക. അപ്പോൾ ആ ഒരു ദോശമാവാണ് കേട്ടോ ഇത്. പിറ്റേ ദിവസം രാവിലെയാണ് പിന്നെ മാവ് എടുക്കുന്നത്. മാവ് ഒരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. നല്ല തണുപ്പാണ്, അപ്പോൾ തണുപ്പൊന്ന് വിടാൻ വേണ്ടിയിട്ട് പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഫില്ലിംഗ് ആണ് നമ്മളിനി കാണിക്കാൻ പോകുന്നത്. ഫില്ലിംഗ് നമ്മൾ ഉണ്ടാക്കുന്ന വീഡിയോ കാണിച്ചിട്ടില്ല. ഇത് നമ്മൾ സാധാരണ സമൂസയ്ക്കും കട്ട്ലേറ്റിനൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന ആ ഒരു ഫില്ലിംഗ് ഉണ്ടല്ലോ, അത് തന്നെയാണ് കേട്ടോ ഇത്. ചിക്കന് വേവിച്ചിട്ട് പൊടിച്ചെടുക്കുക. പിന്നെ മസാല സവാളയൊക്കെ വഴറ്റിയതിന് ശേഷം സവാളയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കുരുമുളക് പൊടിയും ഗരം മസാലപ്പൊടിയൊക്കെ എടുത്ത് വെളിച്ചെണ്ണയിൽ വഴറ്റിയതിന് ശേഷം ചിക്കന് അതിലേക്ക് പൊടിച്ച് ചേർക്കുന്ന ആ ഒരു മസാലയാണത്. ഇനി നമ്മളിത് ആവിയിലാണ് വേവിച്ചെടുക്കുന്നത്. 2 തവി മാവ് ആദ്യം ഇതുപോലെ പാത്രത്തിൽ നമ്മൾ ആദ്യം ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അടിയിൽ നമ്മളൊരു തട്ടിറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ വെള്ളത്തിൻ്റെ മുകളിലായിട്ട്. എന്നിട്ട് ജസ്റ്റ് ഒരു സെക്കൻഡ് ഒന്ന് ആ ഒരു മാവൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിൻ്റെ മുകളിലായിട്ട് ഫില്ലിങ് ഇതുപോലെ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് അങ്ങോട്ട് മൂടി വെച്ചതിന് ശേഷം 2-3 സെക്കൻഡ് കഴിയുമ്പോൾ അങ്ങോട്ട് ആവി കയറി വരുന്ന സമയത്ത് ബാക്കിയും കൂടി മാവ് നമ്മളിതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ച് കൊടുക്കുക. ഒരുപാട് കട്ടിയിലല്ലാണ് മാവ്. ഇത് 2 തവി മാവ് ഇങ്ങനെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ ഫില്ലിങ് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ 3 ലെയറായിട്ട് ഞാൻ മാവ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റിൽ നമ്മൾ കുറച്ചും കൂടി ഫില്ലിങ് മുകളിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊരു 10 മിനിറ്റ് മൂടി വെച്ചിട്ട് അങ്ങോട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ചിക്കൻ്റെ മസാല ഇതുപോലെ ചിക്കൻ മസാല ഇല്ലെങ്കിൽ നമുക്ക് സവാളയും പച്ചമുളകൊക്കെ വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് നന്നായിട്ട് ഉടച്ചിട്ട് നമ്മൾ റോസ്റ്റ് ചെയ്തെടുക്കില്ല, അതുപോലെ ഉടച്ചെടുത്താൽ മതി. എന്നിട്ട് ആ ഒരു ഫില്ലിങ് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ മാവിൽ ഒഴിച്ച് കൊടുത്തിട്ട് ആവിയിൽ വേവിച്ചെടുക്കാവുന്നതാണ്. അങ്ങനെ ഒരു 10 മിനിറ്റ് വേവിച്ചെടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും തുറന്ന് നോക്കാം. നമ്മുടെ ഈ ഒരു അപ്പം ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് തീ അങ്ങോട്ട് ഓഫ് ചെയ്യാം. ചൂടാറിയതിന് ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. പാത്രത്തിലൊന്നും ഒട്ടിപ്പിടിക്കാതെ നല്ലതുപോലെ നല്ല പെർഫെക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമ്മളിത് മുറിച്ചെടുക്കുന്ന സമയത്ത് കത്തിയിലൊന്നും ഒട്ടിപ്പിടിക്കാതെ നല്ല നീറ്റായിട്ട് തന്നെ നമുക്കിത് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട് കേട്ടോ. ചായക്കൊപ്പം ഇത് മാത്രം മതി കേട്ടോ നമുക്ക് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് അറിയിക്കാൻ മറക്കരുത്. നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്ക് അടിക്കാനും നമ്മുടെ ചാനലൊക്കെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. വീണ്ടും നമുക്ക് നാളെ മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം.